السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ഓക്കെ, ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. എൻ്റെ പേര് മുഹമ്മദ് ഹെൽമി എന്നാണ്. എൻ്റെ സ്വദേശം വരുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ കറൻ്റ്ലി ദമാമിലാണ്, സൗദിയിലാണ്. അപ്പോൾ ഞാനും എൻ്റെ നല്ല പാതിയും കൂടെയാണ് ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, കുറച്ചവൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഴ്സ് എന്ന രീതിയിൽ ഖുർആൻ തഫ്സീറാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു അക്കാഡമിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ ക്ലാസ്സസ് രണ്ട് വിഭാഗക്കാർക്കാണ്. ഒന്ന് സ്ത്രീകൾക്കും പിന്നെ പുരുഷന്മാർക്കുമാണ്. ഓൺലൈനിൽ റെക്കോർഡിംഗ് ആയിട്ടാണ്, അതുകൂടെ തന്നെ ലൈവായിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഉസ്താദുമാരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. അൽഹംദുലില്ലാ അങ്ങനെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു ഖുർആൻ തഫ്സീർ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഉസ്താദിനെ തന്നെ നമുക്ക് അൽഹംദുലില്ലാ കിട്ടിയിട്ടുണ്ട്. അത് ഉസ്താദ് തൗഫീഖ് ഉസ്താദാണ് നമുക്ക് അൽഹംദുലില്ലാ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തൗഹീദാണ് നമുക്ക് എല്ലാവർക്കും ആദ്യം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് തൗഹീദിൻ്റെ ക്ലാസ്സാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തൗഹീദ് 3 വിഭാഗമാണുള്ളത്. തൗഹീദ് റുബൂബിയ്യ, തൗഹീദ് അസ്മാ സിഫാത്തും ഉലൂഹിയ, മൂന്നെണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആയിട്ട് ഉസ്താദായിരിക്കും നൽകുന്നത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാൻ ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആയിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹ് മാത്രം ദേശമുണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇന്നിവിടെ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു നല്ലൊരു പഠനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പഠനം നമ്മൾക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു പഠനമാക്കി തീർക്കുകയും ഈ ഒരു സംരംഭത്തിലൂടെ നല്ല നല്ല അറിവുകൾ കരസ്ഥമാക്കി സ്വർഗത്തിൽ ഏറ്റവും വലിയ ദറജയിലേക്ക് എത്താൻ റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ പഠനം എന്നുള്ളത് ഏറ്റവും നല്ല കിതാബായ അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരമായ ഖുർആനെ സംബന്ധിച്ചാണ്. അതിനേക്കാൾ നല്ല പഠനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ, ഈമാനുള്ള തൗഹീദുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകൾ അത് ആരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നായി കാണാം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ ഖുർആൻ പഠിച്ച ഖുർആനിൻ്റെ ആളോട് പറയും, ഇഖ്റ വർത്തഖി,
നീ ഓതുകയും അതിനൊപ്പം നീ മുകളിലേക്ക് സ്വർഗത്തിന്റെ ദർജകളിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്തോളാൻ പറയും. എന്ന് വെച്ചാൽ ഒരാൾക്ക് എത്രത്തോളം ഖുർആനിൽ അറിവുണ്ടോ, അയാൾ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് എത്രത്തോളം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അത്രത്തോളം അവന് സ്വർഗത്തിലുള്ള ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നായി കാണാം. അപ്പോ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ദർജകളിലേക്ക് എത്താൻ, കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കാൻ, അതുപോലെ ദുനിയാവിലും ആഖിറത്തിലെയും എല്ലാ നന്മകൾ കരസ്ഥമാക്കാൻ, ഇതിനെല്ലാത്തിനും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഗ്രന്ഥമാണ്, ഇറക്കി തന്ന അവന്റെ റഹ്മത്താണ് ഈ ഖുർആൻ എന്നുള്ള മഹത്തായ ഗ്രന്ഥം. ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ താല്പര്യപ്പെട്ട് ആവേശത്തോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാലോ, എല്ലാത്തിലും നമ്മുടെ മാതൃകാര അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹുന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ചാണ്. അപ്പൊ അത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അത് ഈ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും നല്ല ഖുർആനിന്റെ അധ്യാപകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ മെത്തഡോളജി, രീതി, അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പഠനത്തിൽ വിസ്മരിക്കാൻ, മറന്നു പോകാൻ പാടില്ല. നമ്മളത് വളരെ കൃത്യമായി ആ മെത്തഡോളജി മുറുകെ പിടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ തന്നെ അതേ രൂപത്തിൽ, അതേ ഔട്ട്കം കിട്ടുന്ന, അതേ റിസൾട്ട് കിട്ടുന്ന അതേ രീതിയിലാണ് നമ്മളും ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്നതാണ് ചുരുക്കം. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹദീസുകൾ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഞങ്ങൾ ദീൻ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ആദ്യം വിശ്വാസം പഠിപ്പിച്ചു തരികയും പിന്നീട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയും ചെയ്തു എന്ന് സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന്റെ വാക്ക്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദീൻ പഠിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹാബി ഉദ്ധരിക്കുന്നതായി സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് എന്ത് പഠിപ്പിച്ചിരുന്നു? ശരിയായ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ നമ്മളും ആ രൂപത്തിലേ എന്ത് ചെയ്യാവൂ, ഖുർആൻ പഠിക്കാവൂ. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രീതി പിന്തുടരുക എന്ന നിലയ്ക്കാണ് നമ്മുടെ ഖുർആൻ പഠനം, തഫ്സീർ പഠനത്തിന് മുമ്പ് ഇതുപോലെ ഒരു വിശ്വാസം പഠിക്കാനുള്ളൊരു സംവിധാനം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസ പഠനം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ വിശ്വാസത്തിന്റെ ആളുകളാക്കി തീർത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഖുർആൻ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. ഈ ഖുർആൻ കൊണ്ട് കിട്ടുന്ന ഈ ഗുണങ്ങൾ, അല്ലെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക, സ്വർഗത്തിൽ വലിയ ദർജകൾ കരസ്ഥമാക്കാൻ സാധിക്കുക, ഇതെല്ലാം നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണെങ്കിലേ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചെന്നായി കാണാം, ഈ ഉമ്മത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഖുർആൻ ഓതുകയും എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല വെറുക്കുകയും ചെയ്യുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഖുർആൻ ധാരാളമായി വളരെ നല്ല രൂപത്തിൽ ഏറ്റവും പെർഫെക്റ്റായി പാരായണം ചെയ്യുന്ന, ഖുർആനിൽ പല രൂപത്തിൽ പല രീതിയിൽ അതിൽ എൻഗേജഡ് ആയിട്ടുള്ള ആളുകൾ ആയിരുന്നിട്ട് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടവരാവുകയും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഖുർആൻ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ അള്ളാഹുവിന് വെറുക്കപ്പെട്ടവരായി തീരുന്നത്? അതിൻ്റെ ഒരുപാട് റീസണുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ എന്നുള്ളത് അവരുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ വിശ്വാസം, ശരിയായ ആ ആദർശം, ആ ആദർശമായിരുന്നില്ല ഈ ആളുകളുടേത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഈ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ, ഒന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ വിശ്വാസം ശരിയാക്കലാണ്. വിശ്വാസം ശരിയാക്കാത്തിടത്തോളം നമ്മൾ ഖുർആൻ പഠിച്ചവരായി തീർന്നത് കൊണ്ടോ നമ്മൾ ധാരാളം ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നവരായതുകൊണ്ടോ ഒന്നും നമുക്ക് അത് യാതൊരു പ്രയോജനവും പരലോകത്ത് ചെയ്യുകയില്ല എന്നുള്ളത്, ആ ഒരു പ്രാധാന്യം, ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ പഠനത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഈ ഒരു പഠനത്തെ ഒരു സബബാക്കി തീർക്കുമാറാവട്ടെ. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും മരിക്കും. എല്ലാവരും മരിക്കും. ജനിച്ച എല്ലാ മനുഷ്യന്മാരും ഒരു ദിവസം മരിക്കുക തന്നെ ചെയ്യും. അല്ലേ? അള്ളാഹു പറഞ്ഞില്ല, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്തു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ വളരെ ശക്തിമത്തായ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടേണ്ട സമയത്ത് നിങ്ങളെ പിടികൂടും. റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു തരി അപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും നമ്മൾക്ക് വിട്ടുകിടക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഖബറിൽ വെക്കപ്പെടും. ഈ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കിലേക്ക് അള്ളാഹു സുബ്ഹാനഹു രണ്ട് മലക്കുകളെ അയക്കും. മുൻകർ എന്നും നക്കീർ എന്നും പേരുള്ള രണ്ട് മലക്കുകൾ. ഈ മലക്കുകൾ ഖബറിലേക്ക്, നമ്മൾ ഓരോരുത്തരുടെയും ഖബറിലേക്ക് കടന്നു വരികയും എന്നിട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കറിയാം അല്ലേ? മൻ റബ്ബുക, നിന്റെ റബ്ബാരാ. മാ ദീനുക, നിന്റെ ദീനേതാണ്. മൻ നബിയുക, നിന്റെ നബി ആരാണ്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്കറിയാം. നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ദീന് ഇസ്ലാം ദീനാണ്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പക്ഷെ വിഷയം, നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ വെച്ച് ഈ ചോദ്യങ്ങൾക്ക് മറുപടി അറിയാമെന്നുള്ളത് കൊണ്ടോ, നമ്മളിത് ചെറുപ്പത്തിൽ മദ്രസയിൽ കേട്ടുപഠിച്ച കാര്യമാണെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും ഖബറിൽ വെച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെന്നില്ല. മറിച്ച് ഈ 3 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തിയ ഒരാൾക്കല്ലാതെ ഈ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാൾ അയാളുടെ ജീവിതം ഈ 3 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരാളാണെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച ഒരാളാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് ഖബറിൽ വെച്ച് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ഖബറിടങ്ങളിൽ ചില ആളുകൾ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ, ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിന്റെ അടുക്കൽ ചെന്ന് ചില ആളുകൾ എന്ത് ചെയ്യും, ചൊല്ലിക്കൊടുക്കുന്ന കാണാം. നിന്റെ ദീൻ ഇസ്ലാമാണ്, നിന്റെ കിതാബ് ഖുർആനാണ്, നിന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ചൊല്ലിക്കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ കഫൻ പുടവയിൽ എഴുതി കെട്ടിവെക്കും ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. അങ്ങനെ എഴുതി കെട്ടിവെച്ചത് കൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മൾ ഖബറിലേക്ക് വെക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ ആ ചോദ്യങ്ങൾക്ക് അനുസൃതമായ ജീവിതം നമ്മൾ കാഴ്ചവെച്ചാൽ നമുക്ക് അവിടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. എന്താണ് ഈ ഉത്തരം? ഖബറിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ
അതിന് റബ്ബ് എളുപ്പം നൽകി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള തണുത്ത നേർത്ത കാറ്റും അവിടുത്തെ സുഗന്ധവും ഈ ഖബറിനുള്ളിലേക്ക് തുറന്നു കൊടുക്കപ്പെടും. സ്വർഗത്തിൽ നിന്നുള്ള അങ്ങേയറ്റം മിനുസമായിട്ടുള്ള ഒരു വിരിപ്പ് ഇവന് വിരിച്ചു കൊടുക്കപ്പെടും. അതേപോലെ തന്നെ ഇവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവന് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇവന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കപ്പെടും. അപ്പൊ ഇവൻ റബ്ബിനോട് പ്രാർത്ഥിക്കും, റബ്ബി അഖിമിസ്സാ, റബ്ബെ വളരെ പെട്ടെന്ന് തന്നെ ഖിയാമത്ത് നാളാക്കണമേ എന്ന് ഇവൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതേസമയം ഒരാൾക്ക് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ ഖബർ അല്ലെങ്കിൽ തന്നെ ഖബർ ഇടുങ്ങിയതാണ്, അത് വീണ്ടും ഒന്നുകൂടി എടുക്കപ്പെടും. വിരലുകൾ തമ്മിൽ കോർക്കുന്ന അത്രയും ശക്തമായ ഇടുക്കം ഇവനെടുക്കപ്പെടും. ആ ഖബറിനകത്തേക്ക് നരകത്തിന്റെ വൃത്തികെട്ട ദുർഗന്ധവും കനത്ത ചൂടും തുറന്നു കൊടുക്കപ്പെടും. തീ കൊണ്ടുള്ള വിരിപ്പ് ഇവന് വിരിച്ചു കൊടുക്കപ്പെടും. ഇവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഇവന് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ഇവന് കാണിച്ചു കൊടുക്കപ്പെടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 ചോദ്യങ്ങൾ, ഇതിന് ഉത്തരം പറയുക എന്നുള്ളത്, അതാണ് നമ്മുടെ പരലോക വിജയത്തിന്റെ ആദ്യ പടിയായ ഖബർ. ആ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ ഈ 3 ചോദ്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ഈ ചോദ്യത്തിന് എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്നൊരാൾക്ക് ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും, റബ്ബിനോട് തേടേണ്ട എല്ലാ തേട്ടങ്ങളും, പ്രാർത്ഥനകളും സഹായ തേട്ടങ്ങളും എല്ലാം റബ്ബിന്റെ മുന്നിൽ മാത്രം തേടുന്ന, അവനോട് മാത്രം ചോദിക്കുന്ന, അവനോട് മാത്രം അത്തരം കാര്യങ്ങളിൽ സഹായം തേടുന്ന ഒരാൾക്കല്ലാതെ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ 1000 പ്രാവശ്യം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിലല്ല കാര്യം. നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് തേടാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവരോട് ചോദിക്കാതിരിക്കുക എന്നതിലാണ് കാര്യം. ഉദാഹരണത്തിന്, ഒരാൾ ഒരു 60 കൊല്ലം ജീവിച്ചു. ആ 60 കൊല്ലക്കാലം അയാൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തു. പക്ഷേ അതിനിടയിൽ ഒരു സന്ദർഭത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ, ജീവിതത്തിൽ വല്ലാത്ത ഒരു മുസീബത്തുകൾ കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ അവൻ ആരെങ്കിലും, അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളെ ഉറക്കെ വിളിക്കുകയാണ്, അവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനൊരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് അവന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയില്ല. അപ്പൊ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ഇബാദത്തുകളും, എല്ലാ സഹായ തേട്ടങ്ങളും, നമ്മൾ എന്ത് പേരിട്ട് പറഞ്ഞാലും, ഏത് രൂപത്തിൽ നമ്മളതിനെ പരിചയപ്പെടുത്തിയാലും അത് മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ആക്കുന്ന ഒരാൾക്കല്ലാതെ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയില്ല. രണ്ടാമത് ചോദിക്കുക മാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്നുള്ള ചോദ്യമാണ്. അപ്പൊ എൻ്റെ ദീൻ ഇസ്ലാം ആണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് എന്തൊരു കാര്യത്തെയും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള റീസണായിട്ട്, സബബായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇസ്ലാം ദീനല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെ, നമ്മൾ പലതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, പലതിനെയും ഇഷ്ടപ്പെടാതിരിക്കാറുണ്ട്, പല ആളുകളെയും അകറ്റി നിർത്താറുണ്ട്, പലരെയും അടുപ്പിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് ചില ആളുകളെ നമ്മൾ അകറ്റി നിർത്തുന്നത്? എന്തുകൊണ്ടാണ് ചിലരെ നമ്മൾ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ചില വ്യക്തികളെ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത്, മറ്റു ചിലരെ ഒരു നിലയ്ക്കും അടുപ്പിക്കാതിരിക്കുന്നത്?
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെല്ലാത്തിനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരേ ഒരു റീസൺ ദീനുൽ ഇസ്ലാം ആയിരിക്കണം. എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യത്തിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ അത്രത്തോളമാണ് നമ്മൾ ഒരു കാര്യത്തെ, ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പം മുതൽ അദ്ദേഹം ജനിച്ചു വളർന്ന നാടായ മക്ക ഏറ്റവും മികച്ച നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നാടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നാടാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ നാടും ആ നാട്ടുകാരും വീടും കുടുംബക്കാരും എല്ലാം ഉപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് പോകുമ്പോൾ, മക്കയുടെ ബൗണ്ടറി എത്തുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹു ആണ് സത്യം, നിന്റെ നാട്ടുകാർ നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടെ മക്കയെ നോക്കി പറയുന്നത് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയെ ഇഷ്ടമായിരുന്നിട്ട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയെ വേണ്ടെന്ന് വെക്കുകയാണ്. എന്താ കാരണം? ആ മക്കയേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ദീൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കുക എന്നുള്ള വിഷയത്തിനാണ്, നമ്മുടെ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ള കാര്യത്തിനാണ്. അതിനേക്കാൾ പ്രാധാന്യം മറ്റൊന്നിനുമില്ല. അതൊരു നാടിനുമില്ല, ഒരാൾക്കും ഒന്നിനുമില്ല. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം എന്നുള്ളത് എന്തെങ്കിലും ജനിച്ചു വളർന്ന ആ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ രൂപപ്പെട്ടു വന്നൊരു ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ഇഷ്ടം എന്നുള്ളത് അത് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്ന ഇഷ്ടമാണ്, ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയത്തിലും ഇതുപോലെ ആയിരിക്കണം ഓരോ കാര്യത്തോടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യം, അത് ചെയ്യുന്ന ഒരാളെ ഒരിക്കലും എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. ശ്രദ്ധിക്കണം. മാ ദീനുക്ക എന്ന് ചോദിക്കുമ്പോൾ ദീനി എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളെ നമുക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയണം. അല്ലെ? ഇന്ന് പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ മിക്ക ആളുകളും, ഭൂരിഭാഗം ആളുകളും, മുസ്ലിമീങ്ങളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്ത, അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന, അള്ളാഹുവിൻ്റെ കോപം ലഭിക്കുന്ന ആളുകളെ ഇന്ന് മുസ്ലിമീങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഓരോരുത്തരും ഇപ്പൊ ലോകകപ്പൊക്കെ, വേൾഡ് കപ്പിന്റെ ഒക്കെ സമയമാണ്. നിങ്ങളുടെ മക്കളോട് ഏതെങ്കിലും കുറച്ച് ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ പേരുകൾ പറയാൻ പറഞ്ഞാൽ അവർ ഒന്നോ രണ്ടോ എന്നല്ല, നൂറുകണക്കിന് പ്ലെയേഴ്സിന്റെ പറയും. പല ടീമുകളുടെയും മൊത്തത്തിലുള്ള പ്ലേയിങ് 11 മുഴുവനും ആ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരും, ചെറിയ പ്രായത്തിലുള്ള ചെറിയ മക്കൾ. അതേസമയം നബിമാരുടെ പേരുകൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ പേരുകൾ ചോദിച്ചാൽ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 അശറത്തുൽ മുബശ്ശിരീന്റെ പേര് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത ഏറ്റവും മികച്ച സ്വഹാബികളെ പറ്റി ചോദിച്ചാൽ, അവർക്ക് വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന സ്വഹാബികളല്ലാതെ അവർക്കാർക്കും പേര് പോലും അറിയുകയില്ല. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ ഒരിക്കലും എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളെ. അത് സ്നേഹിക്കാതിരിക്കുന്നതിലും അങ്ങനെ തന്നെ. അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളെ എത്രത്തോളം അള്ളാഹു സ്നേഹിക്കുന്നു അത്രത്തോളം ഇവൻ സ്നേഹിക്കും. ദീനി അൽ ഇസ്ലാം എന്ന് പറയുന്ന ഖബറിൽ രക്ഷപ്പെടുന്ന ആൾ സ്നേഹിക്കും. നേരെ തിരിച്ചു അങ്ങനെ തന്നെ. അള്ളാഹു എത്രത്തോളം ഒരാളെ വെറുക്കുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ ആളുകളെ ഈ അള്ളാഹു എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ഇവനും വെറുക്കും. എന്നുവെച്ചാൽ
അവന്റെ ഇഷ്ടവും വെറുപ്പും ഒന്നും എന്തല്ല, അത് സ്വാഭാവികമായി അവന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറി മറിയുന്നതല്ല. അത് ദീന് എങ്ങനെയാണോ താല്പര്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ദീനിന്റെ രൂപത്തിൽ അതിനെ ഒരു മാനദണ്ഡമായി ക്രൈറ്റീരിയയായി നിശ്ചയിച്ചുകൊണ്ടാണ് അവൻ ഓരോ വ്യക്തികളെ ആണെങ്കിലും പ്രവർത്തനങ്ങളെ ആണെങ്കിലും സ്ഥലങ്ങളെ ആണെങ്കിലും എല്ലാത്തിനെയും അവൻ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഈ ഒരൊറ്റൊരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാണ് എൻ്റെ ദീൻ ഇസ്ലാം ആണെന്ന് പറയാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം, മൻ നബിയുക, നിന്റെ നബി ആരാണ്? അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരുടെ വാക്കുകൾക്കാണോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? പല സന്ദർഭങ്ങളിലും ചില വരും, രണ്ട് വരും, ഓപ്ഷൻസ് വരും, ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെ ചെയ്യാനാ, പക്ഷെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെ ചെയ്യാനാ, നേരെ ഓപ്പോസിറ്റാ. അപ്പൊ അവിടെ നമ്മൾ ആരുടെ വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കാണോ വീട്ടുകാരുടെ താല്പര്യത്തിനാണോ? അത് പല സിറ്റുവേഷനുകളിലും വരും. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും അത്തരം ഘട്ടങ്ങൾ വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരുടെ വാക്കുകൾക്കാണ്, ആരുടെ താല്പര്യത്തിനാണ്? ഇതാണ് മൻ നബിയുക എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി അതാണ്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരാവുകയാണെങ്കിൽ ഒരാളെയും ഞാൻ തൃപ്തിപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാട്, അത് ഇങ്ങനെയുള്ള ആളുകളുടെ നിലപാടാണ്. ഖബറിൽ രക്ഷപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന നിലപാടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മാതാപിതാക്കൾ നമുക്ക് അവരനുസരിക്കുക എന്നുള്ളതും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയ്ക്കെതിരായ ഒരു കാര്യം കൽപ്പിച്ചാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രോത്സാഹനം നൽകിയ ഒരു കാര്യത്തെ അവർ നിരുത്സാഹപ്പെടുത്തിയാലും, അതിനെ തൊട്ട് നമ്മളെ പിന്തിരിപ്പിച്ചാലും, അവിടെ നമുക്ക് ആ മാതാപിതാക്കളെ പോലും അനുസരിക്കാൻ പാടില്ല. ഇത്തരം ആളുകൾ അനുസരിക്കുകയില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, കൽപ്പനകൾ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ, ബാക്കി ഏതൊരാളുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകാത്തിടത്തോളം ഇവരെന്ത് ചെയ്യും? മാതാപിതാക്കൾ അനുസരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിരാകാത്തിടത്തോളം അവർ കുടുംബക്കാരെ തൃപ്തിപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾക്ക് എതിരാകാത്തിടത്തോളം അവർ നാട്ടുകാർക്ക് പല കാര്യങ്ങളും സഹകരിച്ചു കൊടുക്കും. പക്ഷേ എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾക്ക് എതിരാകുന്നോ അത്തരം കാര്യങ്ങളിൽ അവരാരെയും അനുസരിക്കൂല, ആരെയും തൃപ്തിപ്പെടുത്താനും നിൽക്കൂല. അങ്ങനൊരു നിലപാടിലേക്ക് നമുക്ക് ആകാൻ സാധിക്കുമ്പോൾ മാത്രമേ എൻ്റെ റസൂൽ അല്ലെങ്കിൽ എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിലപാടുകൾ ഈ ദുനിയാവിൽ നമ്മൾ ഏത് രൂപത്തിലാണോ സ്വീകരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഖബറിലെ ചോദ്യങ്ങൾക്കുള്ള നമ്മുടെ നിലപാട്. നമുക്ക് എത്രത്തോളം ഉത്തരം പറയാൻ സാധിക്കും, സാധിക്കില്ലേ എന്നൊക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് പുറമെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ, അത് റസൂലായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, വലിയായിക്കോട്ടെ, ആരാണെങ്കിലും അവരെ നമ്മൾ ഇനി മുതൽ വിളിച്ച് തേടുകയില്ല എന്നുറച്ച തീരുമാനം എടുക്കണം. എനിക്ക് എല്ലാത്തിനും എനിക്കെൻ്റെ റബ്ബ് മതി, എല്ലാത്തിൻ്റെയും ഖജനാവുകൾ അവൻ്റെ കയ്യിലാണ്. ആര് കേൾക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കേൾക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല. ആരെക്കാളും എൻ്റെ പ്രയാസങ്ങൾ കൂടുതൽ അറിയുക അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആരെക്കാളും ഉദാരവാനും ഏറ്റവും കൂടുതൽ ഖജനാവുകൾ ഉടമസ്ഥപ്പെടുത്തിയ ഉടമസ്ഥനും
അധികാരിയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അതേപോലെ തന്നെ നമ്മുടെ ദീൻ താല്പര്യപ്പെടുന്നതിനനുസരിച്ചേ നമ്മൾ എന്ത് ചെയ്യാവൂ? ഓരോന്നിനെയും, അത് വ്യക്തികളായിക്കോട്ടെ സ്ഥലങ്ങളായിക്കോട്ടെ, ഓരോന്നിനെയും ഇഷ്ടപ്പെടാവൂ എന്നതും നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം. ഒരിക്കലും നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് നാട്ടുകാരൊക്കെ ഇതിന്റെ പുറകെയാണ്, ഫുട്ബോളിന്റെ പുറകെ, അല്ലെങ്കിൽ ഈ ടീമിന്റെ പുറകെ, അല്ലെങ്കിൽ ഈ കളിക്കാരന്റെ പുറകെ, അല്ലെങ്കിൽ ആ സിനിമാ നടന്റെ പുറകെ, ഇങ്ങനെ ആ നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവനല്ല മുസ്ലിം ആയിട്ടുള്ള എന്റെ ദീൻ ഇസ്ലാം ആണെന്ന് പറയുന്നവൻ. അവന്റെ ഇഷ്ടങ്ങൾ ദീനിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്, ദീൻ എന്ന ക്രൈറ്റീരിയക്ക് അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾക്ക് എതിരായി ആര് കൽപ്പിച്ചാലും, ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് ഞാൻ എതിരാവുകയില്ല എന്ന തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം. അപ്പൊ ഈ ക്വാളിറ്റികളൊക്കെ നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആ ഒരു നിലയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈമാനികമായി കരുത്തുള്ളവരായി ഈ ഒരു ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. കാരണം ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ഖബറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഖബറിൽ ആ രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ മാറിയിട്ടല്ലാതെ നമുക്ക് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും അങ്ങനെ ആകാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി എളുപ്പത്തിനു വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ ആകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ബാക്കിയുള്ള കുടുംബത്തിലുള്ള, കൂട്ടുകാരിൽപ്പെട്ട, പരിചയക്കാരിലുള്ള ആളുകളെ ആ രൂപത്തിൽ ആക്കിയെടുക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ പറയുന്ന നല്ല നല്ല ഗുണങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും വളർത്തിയെടുക്കുകയും അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു അതിൻ്റെത്. ഒന്നുകൂടെ ഒരു റിമൈൻഡർ ആയിട്ട് ഏതിലാണ് ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 3.5 years ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഖുർആൻ തഫ്സീർ പഠിക്കാനായിട്ട്. അതിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ മലയാളമായിരിക്കും വരുന്നത്. 6 സെമസ്റ്ററിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇത് പഠിക്കാനായിട്ട് ഒരു എന്താ പറയാ, ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ബിഗിനർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിലുള്ള ഉമ്മാമാർക്കും വാപ്പമാർക്കും അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൂടാതെ തന്നെ നമ്മൾ തഫ്സീർ സാധിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ക്ലാസിന്റെ ടൈമിംഗ് വരുന്നതെന്ന് പറയുന്നത് തിങ്കളാഴ്ച മുതൽ തേഴ്സ്ഡേ വരെ ആയിരിക്കും വരുന്നത്. ക്ലാസ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ 7:20 മുതൽ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അത് ജമാഅത്ത് എങ്ങനെയാണോ ഓരോ മാസത്തിനെ വരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ടോട്ടൽ ഫീസ്, അതായത് ഒരു 6 months സെമസ്റ്റർ ഫീസ് ആയിട്ടായിരിക്കും വരുന്നത്. അത് മന്ത്ലി ആയിട്ടും പേയ്മെന്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സെമസ്റ്റർ വൈസ് ആയിട്ടും ചെയ്യാം, അതല്ല വൺ ടൈം പേയ്മെന്റ് ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. സെമസ്റ്റർ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3,000 ആയിരിക്കും വരുന്നത്. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 3,000 ആയിരിക്കും വരുന്നത്. അപ്പോ ക്ലാസിന്റെ സ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ ആയിരിക്കും
ഉണ്ടായിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ അവസാനമായിരിക്കും ക്ലാസ് ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ മൃദുവായിട്ടുള്ള ഒരു സൂറത്ത് ഫാത്തിഹ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് പലക്, അങ്ങനെ ആയിരിക്കും ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്റർ മുതലായിരിക്കും നമുക്ക് സൂറ ബക്കറ, അൽ-ഇമ്രാൻ അതുപോലത്തുള്ള സൂറത്തുകൾ വെച്ച് എടുക്കുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാനും നമ്മൾ ഡെയിലി പാരായണം ചെയ്യുന്ന ഖുറാനിലെ സൂറത്തുകളോ അതിന്റെ വ്യാഖ്യാനങ്ങളോ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഫായത ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അപ്പോ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ചോദിക്കാം. ഇൻഷാല്ലാ നിങ്ങളെ ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. അവരെ നമ്മൾ സെപ്പറേറ്റ്, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് വേറൊരു ഗ്രൂപ്പും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സെപ്പറേറ്റ് വേറൊരു ഗ്രൂപ്പും ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഗ്രൂപ്പായിരിക്കും. അപ്പൊ അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും. ഇൻഷാല്ലാ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ചോദിക്കാം. പിന്നെ ഓരോ സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷവും അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. രണ്ടും ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ സബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അതിന്റെ ഡീറ്റെയിൽസ് ഇൻഷാല്ലാ നമ്മൾ അറിയിക്കുന്നതായിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ രൂപവും കാര്യങ്ങളൊക്കെ. പിന്നെ യെസ് അൽഹംദുലില്ലാ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കും. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ലൈവ് ആയിരിക്കും വരുന്നത്. അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഇപ്പം പലരും പല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൂടെ തന്നെ ചിലപ്പോ വീട്ടില് ജോലി മീൻസ് ഹൗസ് വൈഫ് ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോ എന്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഇൻഷാല്ലാ. പക്ഷേ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും റെക്കോർഡഡ് ക്ലാസ് കേൾക്കണമെന്നല്ല, ലൈവ് ആയിട്ടുള്ള ക്ലാസ് കേട്ട് അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിലേക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കാര്യം. നമുക്ക് തഫ്സീർ സാധ്യത വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ നോട്ട് നിങ്ങൾക്ക് അത് പറയുന്നതായിരിക്കും. ആ നോട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് സെപ്പറേറ്റ് നിങ്ങൾ അതിനു വേണ്ടി തന്നെ ഒന്ന് കരുതുക. നിങ്ങൾക്ക് തഫ്സീർ സാധ്യതയില് മലയാളം, ഇംഗ്ലീഷ് അതുപോലത്തുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. ബാക്കി ഡീറ്റെയിൽസ് ഇതിന്റെ ബന്ധപ്പെട്ട്, അതായത് നമ്മൾ എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇൻഷാല്ലാ അറിയിക്കുന്നതായിരിക്കും. ഇല്ല ഗ്രൂപ്പില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ രജിസ്ട്രേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വൺസ് രജിസ്ട്രേഷൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ വീക്ക് തന്നെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ജോയിൻ ചെയ്യുന്നവരെ ആ ഗ്രൂപ്പിലേക്ക് ഇൻഷാല്ലാ ആഡ് ചെയ്യുന്നത്. എസ്റ്റിമേഷനാണ് നമ്മള് ഒരു എസ്റ്റിമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ അത് ഒരു സൂറത്ത് അനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസിന്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഇൻഷാല്ലാ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ചിലപ്പോൾ മാറിയേക്കാം. പിന്നെ ഈ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു സ്റ്റഡി ലീവ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് 3.5 ഇയേഴ്സ് ഒരു എസ്റ്റിമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത് ഇൻഷാല്ലാ. ടൈമിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:20 to 1 hour ആയിരിക്കും. 7:20 ആയിരിക്കും ഇന്ത്യൻ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇഷാ ജമാഅത്ത് എങ്ങനെയാണോ നോക്കിയിട്ട് ആയിരിക്കും അതിന്റെ ഒരു ക്ലാസ് ഡ്യൂറേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിയേക്കാം.
അത് ഓരോ മാസത്തെയും നമുക്ക് സമയം നിസ്കാരത്തിന്റെ മാറുന്നതനുസരിച്ചിട്ട് ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. അത് വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ജസാക്കുമുല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്കും. ജോയിൻ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.